അപ്പോൾ നമ്മളുടെ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെമ്മീൻ ഫ്രൈ ചെയ്യാൻ പോവുകയാണ്. രാവിലെ വാങ്ങിച്ച ചെമ്മീനാണ്. നമ്മുടെ ക്യാമറാമാന് അസൗകര്യം ഉള്ളത് കൊണ്ട് ഉച്ചയായി നമ്മളിത് റെഡിയാക്കാനായിട്ട് തുടങ്ങുവാണ്. അപ്പം നമുക്ക് ആദ്യം ചെമ്മീൻ നന്നാക്കി എടുക്കാം. നമ്മളുടെ ചെമ്മീൻ നമുക്ക് ആദ്യം ഒന്ന് കഴുകിയെടുക്കാം. ആദ്യം ഒന്ന് പതിയെ കഴുകിയെടുക്കാം നമുക്ക്. അത് കഴിഞ്ഞ് നന്നാക്കിയതിന് ശേഷവും കഴുകാം. ഈ ചെമ്മീനൊക്കെ നന്നാക്കിയതിന് ശേഷം കഴുകാം. കൂനച്ചെമ്മീനാണെങ്കിൽ നന്നാക്കിയതിന് ശേഷം കഴുകാതിരിക്കുന്നതാണ് നല്ലത്. അപ്പം നമുക്ക് ഈ ചെമ്മീൻ എടുത്ത് ഈ കല്ലിലോട്ട് വയ്ക്കാം. ഇനി നമുക്ക് ഓരോ ചെമ്മീനായിട്ട് എടുത്ത് നന്നാക്കാം. ചെമ്മീൻ നമുക്ക് പൊളിച്ച് ഈ ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. രാവിലെ കൊണ്ടുവന്നാണെങ്കിലും നമുക്കത് സമയം കിട്ടിയില്ല, ഓരോ കാരണങ്ങളാലും വൈകിപ്പോയി. അപ്പം നമ്മുടെ ഊണൊക്കെ കഴിഞ്ഞു. അപ്പം നമ്മൾ ഇത് ഒന്ന് നന്നാക്കി വെക്കുകയാണെങ്കിൽ ഫ്രൈ ആക്കാമെന്ന് വിചാരിക്കണം. ഏതു തലയിൽ ഹൃദയമുള്ള ഒരു ജീവിയുടെ പേര് അറിയാം? തലയിൽ ഹൃദയം, അതാണ് നമ്മളിപ്പോൾ നന്നാക്കിക്കൊണ്ടിരിക്കുന്ന ചെമ്മീൻ. നമ്മളുടെയൊക്കെ ഹാർട്ട് തലയിലല്ലല്ലോ, ബ്രെയിൻ അല്ലേ തലയില്. പക്ഷെ ചെമ്മീൻ്റെ ഹാർട്ട് തലയിലാണ്. തലയിൽ ഹൃദയമുള്ള ജീവിയാണ് ചെമ്മീൻ. ഇതൊക്കെ നമ്മൾ ചെറിയ ഒരാളാണിത് ചോദിക്കണമെങ്കിലും അത് നമ്മുടെ മനസ്സിലിരിക്കണം എപ്പോഴും. അത് PSCയുടെ ഒരു ക്വസ്റ്റ്യനാണ്. തലയിൽ ഹൃദയമുള്ള ജീവി. നമ്മൾ നിസ്സാരമായിട്ട് തള്ളിക്കളയണ പല കാര്യങ്ങളും PSCക്ക് ചോദിക്കുന്നത് നേരെ ആയിരിക്കില്ല, വളഞ്ഞു മൂക്കെ പിടിക്കുന്ന രീതിയിൽ കൂടെയൊക്കെ ആയിരിക്കും എന്ന് മാത്രമേ ഉള്ളൂ. അപ്പം നമുക്ക് നമ്മുടെ ചെമ്മീൻ വലിയ ചെമ്മീനാണ്, പെട്ടെന്ന് നന്നാക്കി കഴിഞ്ഞു. അതുകൊണ്ട് ചെമ്മീനൊക്കെ പരമാവധി നന്നായിട്ട് കഴുകിയതിന് ശേഷം പിന്നെ കഴുകാതിരിക്കുന്നതാണ് കേട്ടോ ടേസ്റ്റ് പോകാതിരിക്കാനായിട്ട് നല്ലത്. ഇത് ശരിക്ക് ഇപ്പൊ രാവിലെ തന്നെ എടുക്കുകയായിരുന്നെങ്കിൽ നമ്മൾ ഈ ചെമ്മീൻ ഇത് ഇങ്ങനെ എടുക്കുമ്പോൾ ഉണ്ടല്ലോ, ഇത് ഇങ്ങനെ ഇരിക്കും. എന്നിട്ട് ഇത് ഇങ്ങനെ അങ്ങ് കളഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ഈ ഭാഗം കൂടെ നമുക്ക് മാംസമായിട്ടുള്ള ഒരു ഭാഗമാണ്, ആ ഭാഗം കൂടെ നമുക്ക് കിട്ടും. പക്ഷെ ഇത് കുറച്ച് ഉടഞ്ഞു തുടങ്ങിയതുകൊണ്ട് ഇതിങ്ങനെ വിട്ടു പോവുകയാണ് കേട്ടോ. തല വിട്ടു പോകും. നമ്മൾ എടുക്കുമ്പോൾ തന്നെ തല ഇങ്ങനെ കണ്ടോ അടർന്നിരിക്കുന്നു. കിട്ടിയപ്പോഴേ നന്നാക്കുമായിരുന്നെങ്കിൽ കുറച്ചുകൂടെ ഇങ്ങനെ നീളത്തിൽ നമുക്കത് എടുക്കാമായിരുന്നു. അപ്പോൾ ഈ ചെമ്മീൻ നമ്മൾ ഒരു 5-6 പ്രാവശ്യം നന്നായിട്ട് കഴുകി എടുക്കുവാണ്. കൂനച്ചെമ്മീൻ ആയിരുന്നെങ്കിൽ നമ്മൾ ആദ്യം തന്നെ നന്നായിട്ട് കഴുകിയതിന് ശേഷം നന്നാക്കി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അത് കഴുകണ്ട. അത്രയും നന്നായിട്ട് നമ്മൾ നീറ്റായിട്ട് ആദ്യം തന്നെ കഴുകണം. ഇതിപ്പോൾ നമ്മൾ കിള്ളിയതിന് ശേഷമാണ് ഈ സാധനമൊക്കെ നമ്മളിങ്ങനെ ഇതിൻ്റെ കളയണം. മിക്കതിൻ്റെ പോയിട്ടുണ്ട് ഞാൻ നന്നാക്കിയ സമയത്ത് കണ്ടോ, ചിലതിന് മാത്രമേ ഇങ്ങനെ ഉള്ളൂ. അപ്പം നമുക്കിനി ഇത് മസാലകളൊക്കെ പുരട്ടിയിട്ട് നമുക്ക് ഫ്രൈ ചെയ്യാം. അപ്പം നമ്മളുടെ ചെമ്മീനൊക്കെ നമ്മൾ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പം നമുക്കിത് ഫ്രൈ ചെയ്യുന്നതിന് മുൻപ് നമ്മൾ മസാല ഒക്കെ പുരട്ടുന്നതിന് മുന്നേ തന്നെ നമുക്കിതൊരു ഈർക്കിലിയിൽ ഇങ്ങനെ ഒന്ന് കുത്തി വയ്ക്കാം. നമുക്ക് ഫ്രൈ ചെയ്യാൻ ഇടാൻ വേണ്ടിയിട്ട് നമുക്കിങ്ങനെ ഇതൊന്ന് കുത്തി വയ്ക്കാം. ഇങ്ങനെ നേരെ ഒന്ന് കുത്തി വയ്ക്കാം കേട്ടോ. നമുക്ക് എന്നിട്ട് മസാലകൾ പുരട്ടി കൊടുക്കാം. മസാലകളൊക്കെ നമ്മളിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഒത്തിരി ഇതിന് ചെമ്മീൻ്റെ ടേസ്റ്റ് പോകത്തക്ക രീതിയിലുള്ള മസാലകളൊന്നും നമ്മളിതിൽ ആഡ് ചെയ്തിട്ടില്ല. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പുപൊടി ഇതിലും ചെയ്യുവാണെങ്കിൽ നമുക്ക് നല്ല യഥാർത്ഥ ചെമ്മീൻ്റെ യഥാർത്ഥ ടേസ്റ്റ് കിട്ടും. ഇതിൽ കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഒക്കെ ചേർക്കുവാണെങ്കിൽ വെറൈറ്റി ആയിട്ടുള്ളൊരു ടേസ്റ്റ് ആയിരിക്കും. അത് നല്ല ടേസ്റ്റ് തന്നെയാണ്. പക്ഷെ അതിൻ്റെ ടേസ്റ്റ് മുൻപിൽ നിൽക്കും. ഇതാവുമ്പോൾ വേറെ ഒരു ടേസ്റ്റും മുളച്ച് നിൽക്കില്ല. ഈ ചെമ്മീൻ്റെ ടേസ്റ്റ് തന്നെയായിരിക്കും നമുക്ക് കിട്ടുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഈ മസാലകളും മാത്രം ചേർക്കുന്നത്. അപ്പോൾ നമ്മളുടെ ചെമ്മീൻ നമുക്ക് ഓരോന്നായിട്ട് ഇങ്ങനെ ഇറുക്കിലിയിൽ കുത്തിയെടുക്കാം.
അപ്പോൾ നമ്മളുടെ ചെമ്മീനെല്ലാം നമ്മളിത് ഇങ്ങനെ ഒരു ഈർക്കില് ഇങ്ങനെ കുത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ഫ്രൈ ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ എടുത്തിട്ട് കഴിക്കാൻ പറ്റും. മുളക് പൊടി, ഉപ്പ് പൊടി, മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഈ ഒരു ചെമ്മീനുണ്ടല്ലോ, ഇത് കളറ് മാറിയ ചെമ്മീനാണ് കേട്ടോ, അത് ചീഞ്ഞ് കാണും, അത് നമുക്ക് എടുക്കണ്ട. നമുക്കിതെല്ലാം കൂടെ ഇതിലേക്ക് ഇട്ടിട്ട് പുരട്ടി വയ്ക്കാം. ഇത് പുരട്ടുന്ന സമയത്തുണ്ടല്ലോ കുറച്ച് മറ്റേ കോൺഫ്ലവറോ മൈദയോ അല്ലെങ്കിൽ അരിപ്പൊടിയോ ഒക്കെ ആഡ് ചെയ്യുവാണെങ്കിൽ അതിൽ പിടിച്ചിരിക്കും, നന്നായിട്ട് പിടിച്ചിരിക്കും. നമ്മൾ ഫ്രൈ ചെയ്യണ സമയത്ത് അതിൽ നന്നായി പിടിച്ചിരിക്കും. അപ്പം നമുക്കിനി ഇത് പുരട്ടി റെഡിയാക്കിയതിന് ശേഷം കാണിക്കാം. അപ്പോൾ നമ്മളുടെ ചെമ്മീൻ നന്നായിട്ട് നമ്മൾ ഇതിൽ എല്ലാം മിക്സ് ചെയ്ത് നന്നായിട്ട് പുരട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് ഒരു 10 മിനിറ്റ് നമുക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം. അപ്പോൾ പറഞ്ഞത് ഓർക്കണം, ഇതിൽ കോൺഫ്ലവറോ മൈദയോ എന്തെങ്കിലും ഒന്ന് ആഡ് ചെയ്താൽ നല്ല, അല്ലെങ്കിൽ കുറച്ച് അരിപ്പൊടിയാണെങ്കിലും നല്ല ക്രിസ്പി ആയിട്ടിരിക്കും. നമ്മൾ സ്റ്റൗ കത്തിച്ചിട്ട് നമ്മൾ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാനൊന്ന് ചൂടായി വരട്ടപ്പോൾ നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയാണ് കേട്ടോ ഇത്. കുറച്ച് എണ്ണ ഒഴിച്ചാൽ മതി. നമ്മളിത് പരന്ന പാത്രം ആയതുകൊണ്ടും ചെമ്മീൻ അധികം കട്ടിയുള്ള ടൈപ്പ് സാധനം അല്ലാത്തത് കൊണ്ട് നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചുണ്ടാക്കിയാൽ മതി, അല്ലെങ്കിൽ പിന്നെ വെറുതെ എണ്ണ വേസ്റ്റായി പോകും. അപ്പം നമ്മുടെ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്കിത് ഓരോന്നോ ഇട്ട് കൊടുക്കാം. നമ്മൾ കോൺഫ്ലവറോ അല്ലെങ്കിൽ മൈദയോ ഒക്കെ പുരട്ടിയിട്ടാണ് ഇങ്ങനെ ഇടണമെങ്കിലുണ്ടല്ലോ, ഇതുപോലെ ആ മസാലകളൊന്നും ഇങ്ങനെ ഇളകി പോലത്തില്ല. അപ്പം നമ്മളുടെ അടുത്ത് അതില്ലാത്തത് കൊണ്ട് നമ്മൾ അത് വാങ്ങിച്ചിട്ടൊക്കെ വരുമ്പോൾ നമ്മുടെ സമയം പോകും. അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നതാണ് കേട്ടോ. അപ്പം നമ്മളുടെ പ്രോൺസ് എല്ലാം ഇതിലേക്ക് അടുക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് ഒരു വശം ഫ്രൈ ആയതിന് ശേഷം നമുക്ക് മറുവശം മറിച്ചിടാം. അത് ഈ വശം ഫ്രൈ ആവട്ടെ. അപ്പം നമ്മൾ ഇട്ടിട്ട് ഒരു 1-2 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ലോ ഫ്ലെയിമിലോട്ടാക്കാം, അല്ലെങ്കിൽ പെട്ടെന്ന് ഫ്രൈ ആയിരിക്കും. എല്ലാ മീനാണെങ്കിലും ചെമ്മീനാണെങ്കിലും ഒക്കെ നമ്മൾ പതിയെ സാവധാനം വേണം ഫ്രൈ ആക്കാനായിട്ട്. പെട്ടെന്ന് ഫ്രൈ ആക്കരുത്. ഒത്തിരി ചീറ്റലൊക്കെ കേൾക്കണം ഇതിൽ നിന്ന്. ഇത് അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മളിങ്ങനെ ഇളക്കി കൊടുക്കുന്നത്. നമ്മൾ വളരെ കുറച്ച് എണ്ണ മാത്രമേ ഒഴിച്ചിട്ടുള്ളൂ. നമ്മൾ എണ്ണ ഒഴിച്ചിട്ടാണല്ലോ നമ്മളിത് പുരട്ടി വെച്ചിരിക്കണേ മസാലകൾ. അപ്പം അതുകൊണ്ടാണ് നമ്മൾ എണ്ണ കുറച്ചൊഴിച്ചത്. അപ്പം നമുക്ക് ഈ ചെമ്മീൻ ഓരോന്നായിട്ട് നമുക്കിതിങ്ങനെ മറിച്ചിടാം. ഈ ചെമ്മീൻ ഓവർ കുക്ക്ഡ് ആവരുത് കേട്ടോ, അപ്പം റബ്ബർ ബാൻഡ് പോലെ ആയി പോകും. ഇങ്ങനെ ഞാൻ സ്പൂൺ കൊണ്ടിടാം, അത് എൻ്റെ കൈ കൊണ്ടു. ചെമ്മീനെ ഒത്തിരി വെന്ത് കഴിഞ്ഞാൽ റബ്ബർ ബാൻഡ് പോലെ ആയി പോകും. അപ്പം നമ്മൾ ചെമ്മീൻ ഇങ്ങനെ പാകത്തിന് മാത്രമേ ഇത് ഫ്രൈ ആകുള്ളൂ. അപ്പോഴാണ് ഇതിൻ്റെ ഒറിജിനൽ ടേസ്റ്റ് നമുക്ക് കിട്ടത്തുള്ളൂ. മറിച്ചിട്ട് ഇടട്ടെ കേട്ടോ. അപ്പം നമ്മളെല്ലാ പ്രോൺസും നമ്മൾ മറിച്ചിട്ടിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഒരു 2-3 മിനിറ്റ് കൂടെ ഇരിക്കട്ടെ. അപ്പോഴും നമ്മുടെ മറ്റേ ഇതിൻ്റെ പ്രോൺസിൻ്റെ അടിവശം ഉണ്ടല്ലോ, അതും കൂടെ ഒന്ന് ഫ്രൈ ആയി കഴിഞ്ഞാൽ നമുക്ക് മാറ്റാം. ഒത്തിരി ഡ്രൈ ആയിട്ട് പോകരുത് ഇത്. അങ്ങനെ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡീപ്പ് ഫ്രൈ ആയാൽ അതിൻ്റെ ടേസ്റ്റ് മാറും. അത്ര ആവണ്ട നമുക്ക്. അപ്പം നമ്മളുടെ ഫ്രൈ ആയിട്ടുണ്ട്. നമുക്ക് ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. നമ്മൾ ഈ ഈർക്കിൽ കൊണ്ട് ഈ ചെമ്മീൻ ഇങ്ങനെ കുത്തി വെക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ, നമ്മൾ മറ്റേ ഈർക്കിൽ കുത്താതെ നമ്മൾ ഫ്രൈ ആക്കുകയാണെങ്കിലുണ്ടല്ലോ ചെമ്മീൻ ഇങ്ങനെ വളഞ്ഞിങ്ങനെ പോകും. അപ്പം അങ്ങനെ വളഞ്ഞു പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഈർക്കിൽ കുത്തി എടുക്കുന്നത്. പിന്നെ നമുക്ക് ഈർക്കിൽ പിടിച്ചിട്ട് ഓരോന്നും എടുത്ത് കഴിക്കുകയും ചെയ്യാം.
ഇപ്പൊ നമ്മൾ കുത്തി വെച്ചതുപോലെ തന്നെ നല്ല നീളത്തിലല്ലേ ഇരിക്കണേന്ന് നോക്കിക്കേ. അപ്പൊ നമ്മുടെ പ്രോൺസ് ഫ്രൈ നമ്മളൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ടേസ്റ്റ് ചെയ്യാം. ഇതാണ് നമ്മളുടെ പ്രോൺസ് ഫ്രൈ. കണ്ടോ, നമ്മൾ ആ നീളത്തിൽ തന്നെയാണ് ഇരിക്കുന്നത്. നമുക്ക് കഴിച്ചു നോക്കാം. അപ്പം നമ്മളുടെ പ്രോൺസ് ഫ്രൈ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. നല്ല ടേസ്റ്റ് ഉണ്ട്. കണ്ടോ, ഇങ്ങനെ എടുത്തിട്ട് നമുക്ക് കഴിക്കാൻ പറ്റും. നല്ല ടേസ്റ്റാണ്. അപ്പം എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. അപ്പം നമുക്ക് നാളെ വേറൊരു വീഡിയോ ആയിട്ട് കാണാം.